നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു മലയാളം ക്ലാസ്സിലേക്ക് കൂടെ സ്വാഗതം. എപ്പോഴും ഞാൻ പറയുകയാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയട്ടെ. മലയാളം, ഇംഗ്ലീഷ്, കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ കൃത്യമായി എഴുതി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ എഴുതി പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ കുറച്ച് മലയാളം ശൈലികളാണ് നോക്കുന്നത്. ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ഇതിനു മുൻപ് നമ്മൾ 8 മലയാളം പാർട്സ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് പോയി കാണുക. റിപ്പീറ്റ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസാണ് ആദ്യമുള്ള ക്ലാസ്സുകളിൽ തരുന്നത്. അതുകൊണ്ട് എഴുതി തന്നെ എടുത്ത് പഠിക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക. ഓക്കെ, ശൈലികൾ. നക്രബാഷ്പം, ദുഃഖം അഭിനയിക്കൽ. നക്രബാഷ്പം മീൻസ് മുതല കണ്ണീരെന്നാണ് പറയുന്നത്. മുതല. നക്രബാഷ്പം, ദുഃഖം അഭിനയിക്കൽ. ഇപ്പോൾ മുതലക്കണ്ണീർ എന്ന് പറയുന്നത് അത് തന്നെയല്ലേ പറയുന്നത്. നമ്മൾ മുതലക്കണ്ണീർ ചുമ്മാണ്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കരയുക. ഓക്കെ, നക്രബാഷ്പം, ദുഃഖം അഭിനയിക്കൽ. അങ്കുലി പരിമിതം, വിരലിൽ എണ്ണാവുന്നത്. അങ്കുലി മീൻസ് വിരലാണല്ലേ, വിരലിൽ എണ്ണാവുന്നത്. അങ്കുലി പരിമിതം, വിരലിൽ എണ്ണാവുന്നത്. ഇരുതല കൊളുത്തി, ഏഷണിക്കാരൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണത്. ഇരുതല കൊളുത്തി, ഇരുതല മൂലിയല്ല, ഇരുതല കൊളുത്തി എന്നാ പറഞ്ഞത് കേട്ടോ. ഇതാ ഏഷണിക്കാരൻ. എലിയുടെ കുഞ്ഞും നെല്ലു തൊലിക്കും. എലിയുടെ കുഞ്ഞും നെല്ലു തൊലിക്കും, മക്കൾ അച്ഛൻ്റെ വാസന കാണിക്കും. അപ്പോൾ എലി നെല്ല് തൊലിക്കുവാണെങ്കിൽ എലിയുടെ കുഞ്ഞും അത് ചെയ്യും എന്നുള്ളതല്ലേ, അതിനെ പഠിപ്പിക്കേണ്ട, അത് തന്നെ അങ്ങ് ചെയ്തോളും, കണ്ട് ചെയ്തോളും. എലിയുടെ കുഞ്ഞും നെല്ലു തൊലിക്കും, മക്കൾ അച്ഛൻ്റെ വാസന കാണിക്കും. അടുത്തത് നോക്കിയേ, നല്ലൊരു ചോദ്യം. കാകതാലീയം. കാകതാലീയം, കാരണമില്ലാത്തതിനെ കാരണമാക്കി പറയുക. ചിലപ്പോഴൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് പിന്നോട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ ചില കാരണമല്ലാത്തതിനെ കാരണമാക്കി പറയാൻ സമയമില്ല, ഭാഗ്യമില്ല, പഠിച്ചിട്ട് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസിനെ നമ്മൾ പഴി പറയാറുണ്ടല്ലേ, അതാ കാകതാലീയം. കാരണമില്ലാത്തതിനെ കാരണമാക്കി പറയുക. അപ്പോൾ ഇനി അതൊന്നും വേണ്ട, നമുക്ക് ഒട്ടും സമയമില്ല, നോട്ടിഫിക്കേഷൻസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്ത മാസം, അതിൻ്റെ അടുത്ത മാസമൊക്കെ ആയിട്ട് മാക്സിമം നോട്ടിഫിക്കേഷൻസൊക്കെ വരികയാണ്. അപ്പോൾ എന്താ, നമുക്ക് കാകതാലീയം ഒന്നും വേണ്ട, കാരണമില്ലാത്തതിനെ കാരണമാക്കി പറയാതെ എന്ത് ചെയ്യുക, സൂപ്പറായിട്ട് അങ്ങ് പഠിച്ച് മുന്നോട്ട് വരിക. ചക്രം ചവിട്ടുക, ബുദ്ധിമുട്ടുക. നോർമലി നമ്മൾ പറയാറില്ല, ഇവിടെ നമ്മൾ ചക്രശ്വാസം വലിക്കുക, ചക്രം ചവിട്ടുവാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഓക്കെ, ചക്രം ചവിട്ടുക, ബുദ്ധിമുട്ടുക. ചർവിത ചർവണം, പറഞ്ഞത് തന്നെ പറയുക. വീഡിയോയുടെ ആദ്യം അവസാനമൊക്കെ ഞാൻ ചെയ്യുന്നത് ചർവിത ചർവണമാണ്. എഴുതിയെടുത്ത് പഠിക്കണേ, ശ്രദ്ധിക്കണേ എന്നൊക്കെ എൻ്റെ ചർവിത ചർവണങ്ങളാണ് അതെല്ലാം. ചർവിത ചർവണം, പറഞ്ഞത് തന്നെ പറയുക. ചർവിത ചർവണം, പറഞ്ഞത് തന്നെ പറയുക. ത്രിശങ്കു സ്വർഗം, അങ്ങും ഇങ്ങുമില്ലാത്ത അവസ്ഥ. ത്രിശങ്കു സ്വർഗം, അങ്ങും ഇങ്ങുമില്ലാത്ത അവസ്ഥ. നമ്മുടെ ലൈഫിൽ കുറച്ച് ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്, ത്രിശങ്കു സ്വർഗത്തിൽ നിൽക്കുന്ന പോലെയാണെന്ന്. അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥ, അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥ, ത്രിശങ്കു സ്വർഗം. ഓക്കെ, കുക്കുട സ്തനോദയം, ഉണ്ടാകാത്ത സംഗതി. കുക്കുട സ്തനോദയം, ഉണ്ടാകാത്ത സംഗതി. കുക്കുട സ്തനോദയം, ഉണ്ടാകാത്ത സംഗതി. ഓക്കെ, ഒന്നുകൂടെ പറയട്ടെ. നക്രബാഷ്പം, ദുഃഖം അഭിനയിക്കൽ. അങ്കുലീ പരിമിതം, വിരലിൽ എണ്ണാവുന്നത്. ഇരുതല കൊളുത്തി, ഏഷണിക്കാരൻ. എലിയുടെ കുഞ്ഞും നെല്ലു തൊലിക്കും, മക്കൾ അച്ഛൻ്റെ വാസന കാണിക്കും. കാകതാലീയം, കാരണമില്ലാത്തതിനെ കാരണമാക്കി പറയുക. ചക്രം ചവിട്ടുക, ബുദ്ധിമുട്ടുക. ചർവിത ചർവണം, പറഞ്ഞത് തന്നെ പറയുക. ത്രിശങ്കു സ്വർഗം, അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥ. കുക്കുട സ്തനോദയം, ഉണ്ടാകാത്ത സംഗതി. ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ, ചേർന്ന് കേട്ട് പഠിച്ചോളണേ. നക്രബാഷ്പം, ദുഃഖം അഭിനയിക്കൽ. അങ്കുലി പരിമിതം, വിരലിലെണ്ണാവുന്നത്. ഇരുതല കൊളുത്തി, ഏഷണിക്കാരൻ. ഞാൻ ഇതിൻ്റെ ആ ചോദ്യം പറയുമ്പോൾ തന്നെ ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് പറഞ്ഞോളണേ. എലിയുടെ കുഞ്ഞും നെല്ലു തൊലിക്കും, മക്കൾ അച്ഛൻ്റെ വാസന കാണിക്കും. കാകതാലീയം, കാരണമില്ലാത്തതിനെ കാരണമാക്കി പറയുക. ചക്രം ചവിട്ടുക, ബുദ്ധിമുട്ടുക. ചർവിത ചർവണം, പറഞ്ഞത് തന്നെ പറയുക. ത്രിശങ്കു സ്വർഗം, അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥ. കുക്കുട സ്തനോദയം, ഉണ്ടാകാത്ത സംഗതി. അപ്പം എന്താ, അടിപൊളിയായിട്ട് പഠിച്ചോട്ടാ. താങ്ക് യു.